ഏറ്റവും ബഹുമാനപ്പെട്ട പാരിഷ് പ്രീസ്റ്റ് ഡേവിസ് അച്ഛൻ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഇടവക ജനമേ, കുട്ടികളെ, സെൻറ് തോമസ് സീറോ മലബാർ ചർച്ച് ജനക്പുരി അവരുടെ ഏറ്റവും പ്രിയങ്കരനായ വികാരിയച്ഛൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഇടവക ദിനം കൊണ്ടാടുന്നതിൽ എന്ന് കേൾക്കുന്നതിൽ ഒത്തിരിയേറെ സന്തോഷം. അതോടൊപ്പം തന്നെ ആ സന്തോഷം ഇരട്ടിയാകുന്നത് ദീപ്തി ആശ്രമത്തിലെ ഈ കൊച്ചുമക്കളെ സമൂഹത്താൽ ഏറെക്കുറെ തിരസ്കരിക്കപ്പെട്ട ഈ മക്കളെ വിളിച്ച് അവരെ ആദരിച്ച് കൊണ്ട് ഞങ്ങളെയും ഇതിൻ്റെ ഭാഗമാക്കുന്നത്, അതിൻ്റെ അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഡേവിസച്ചനെ പോലെയുള്ള ഒരു വൈദികൻ ഇടവകയുടെ ആത്മീയ നേതൃത്വത്തിലായിരിക്കുന്നത് നിങ്ങളുടെ സൗഭാഗ്യമാണ്. ദൈവത്തിന് നിങ്ങളോടുള്ള ആ സ്നേഹമാണ് അതിലൂടെ പ്രകടമാക്കുന്നത്. കാരണം ഒത്തിരിയേറെ കരുണ ഉള്ള ഒരു വൈദികനാണ്, തൻ്റെ ജനത്തോട് കരുതലുള്ള ഒരു വൈദികൻ. നമ്മുടെ ഇടവകയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇടവകയുടെ വലിപ്പമോ പള്ളിയുടെ പ്രൗഢിയോ അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യമോ ഒന്നുമല്ല. ഇടവകയുടെ സൗന്ദര്യമെന്ന് പറയുന്നത് സ്നേഹത്തിലും സഹകരണത്തിലും ഉള്ള ഒരു കൂട്ടായ്മയാണ്. ആ സ്നേഹ കൂട്ടായ്മയാണ് ഇടവകയെ മനോഹരമാക്കുന്നത്. ഈശോ സഭ സ്ഥാപിച്ചത് അങ്ങനെയാണ്. വെറും 12 ശിഷ്യന്മാർ നിങ്ങൾ ലോകമെങ്ങും പോകുക, പറയുക, ഞാൻ എന്നിൽ നിന്നും കേട്ട കാര്യങ്ങൾ, അതാണ് സഭയുടെ കരുത്തെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം. അത് ഇടവകയുടെ ശക്തിയായിട്ട്, അല്ലെ സഭയുടെ ശക്തിയായിട്ട്, അടിസ്ഥാനമായിട്ട് നിന്നു. നമ്മളെല്ലാവരും കേരളത്തിൽ നിന്നും വരുന്നവരാണ്. കേരളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കേരം, അതായത് തെങ്ങ് ഉള്ള സ്ഥലം. ഈ തെങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നല്ല ഉയരത്തിൽ പോകുന്ന ഒരു വൃക്ഷമാണ്. പക്ഷെ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഈ തെങ്ങ് എങ്ങനെയാണ് ഇത്ര ഉയരത്തിൽ മറിയാതെ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മളൊരു കമ്പ് ഒന്ന് നാട്ടി നിർത്തണമെങ്കിൽ ആഴത്തിൽ കുഴിച്ച് കോൺക്രീറ്റ് ഇട്ടൊക്കെയാണ് നിർത്തുന്നത്. പക്ഷേ ഈ തെങ്ങിനെ താങ്ങി നിർത്തുന്നതിന് ഒരു തായ്വേരെന്ന് പറയുന്ന ഒരു സംഭവം അതിന് ഇല്ല. നമ്മുടെ ഈ വിരലിനേക്കാളൊക്കെ വളരെ ചെറിയ ചെറിയ വേരുകളാണ് ഈ തെങ്ങിനെ താങ്ങി നിർത്തുന്നത്. നല്ല ഉയരത്തിൽ പോകാനായിട്ട് എന്നാ കൊടുങ്കാറ്റടിച്ചാലും അതിൻ്റെ ചോട് ഉറയാതെ തെങ്ങിനെ താങ്ങി നിർത്തുന്നത് ഒരു തായ്വേരല്ല, മറിച്ച് അതിലുള്ള ചെറിയ ചെറിയ വേരുകളാണ്. ഒരു വേരിനെ ഇങ്ങോട്ട് എടുത്താൽ അതിൻ്റേത് ഒരു ശക്തിയില്ല. പക്ഷേ ഈ വേരിൻ്റെ ആ കൂട്ടായ്മ അതിനെ ഉറപ്പിച്ച് നിർത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ഇടവകയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. ഇടവകയിലെ എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്. ഇടവകയുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമ്മുടെ ഇടവകയെ ദൈവത്തിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്നത്. അവിടെ ഇന്ന വ്യക്തികൾ പ്രാധാന്യമല്ല, നമ്മുടെ കൂട്ടായ്മയാണ് പ്രാധാന്യം. കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇടവക ദിനങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷങ്ങളും തിരുനാളുകളൊക്കെ നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോഴെല്ലാം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തൽ. അതിനുള്ള നല്ല അവസരമാണ് അച്ഛൻ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഇടവക ദിനത്തിലും നമ്മൾ ദൈവത്തോട് അതാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രയർ സോങ് ആ മോള് വളരെ നല്ലൊരു ഗാനം ആലപിച്ചു. നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിരുന്ന വേദിയിൽ സമയത്ത് അന്ധകാരപൂർണമാണ്
രാത്രി. എങ്കിലും ഞാൻ നിൻ്റെ ഭവനത്തിൽ നിന്നും ദൂരെയാണ്, നീ തന്നെ ഞങ്ങളെ നയിക്കണം. ഈ ലോകത്തിലുള്ള ധാരാളം കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ അർത്ഥനകൾ നീ ശ്രവിക്കുന്നതിനും അത് നിൻ്റെ പ്രകാരമാകുന്നതിനായിട്ടുമാണ്. അതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പാദങ്ങളിൽ നീ പ്രകാശമായിട്ട് എന്നും ഉണ്ടായിരിക്കണം. ആ മോളുടെ ആ പ്രെയർ സോങ് അതുതന്നെയാണ് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു ലക്ഷ്യം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം അന്ധകാരപൂർണ്ണമാണ്. പലരും ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോഴെല്ലാം ആ പാട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തണം. ഈ ലോകത്തിലുള്ള കാഴ്ചകളൊന്നും കാണുന്നതിനായിട്ടൊന്നുമല്ല, മറിച്ച് നിൻ്റെ പ്രകാശത്തിൽ നീ നയിക്കുന്ന പാതയിലൂടെ ചരിക്കുവാനായിട്ടുള്ള ത്രാണി ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. അതുതന്നെയാണ് ക്രിസ്തു പ്രകാശമാണ്, അതുതന്നെയാണ് നമ്മൾ ലൈറ്റും പ്രകാശിപ്പിച്ചത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ദീപ്തി ആശ്രമത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാം, ഞാനത് കൂടുതലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒത്തിരിയേറെ മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച ആൺകുട്ടികൾ നമുക്കുണ്ട്. ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം കുട്ടികൾക്കൊരു ഫീലിംഗ് ഉണ്ടാകരുത്. അവർ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവരാണ്, വീട്ടുകാർക്ക് വേണ്ട. ഞാൻ ഒരു ചെറിയൊരു സംഭവം എന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു സംഭവം. നമ്മുടെ ഒരു കുട്ടി, അവൻ്റെ സഹോദരൻ, അവനും HIV ആണ്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ബന്ധുക്കളുടെ ഒരു വീട്ടിൽ കല്യാണത്തിന് പോയതാണ്. അവൻ്റെ വല്യമ്മയുടെ കൂട്ടത്തിൽ കല്യാണത്തിന് പോകുന്ന അവർ വെളുപ്പിനെ തന്നെ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ എത്തി. ഈ പിള്ളേർ ഡൽഹിയിൽ നിന്ന് യാത്ര കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ഉച്ചവരെ 2 മണി വരെ നോക്കിയിരുന്നിട്ട് പച്ചവെള്ളം പോലും ആ വീട്ടുകാർ കൊടുത്തില്ല, കാരണം അവരുടെ അസുഖം കാരണം. അതിനുശേഷം 2 മണിക്ക് അവരുടെ കല്യാണത്തിന് പോകാനായിട്ടുള്ള വണ്ടി വന്നു, ബസ്സായിരുന്നു. ഈ പിള്ളേർ രണ്ടും കൂടെ വിശന്ന വയറോടുകൂടി ഓടി വണ്ടിക്കകത്ത് കയറിയിരുന്നു. അവിടെ ചെന്നാലെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ വണ്ടിയിലോ ആൾക്കാർ വന്നിട്ട് ഈ പിള്ളേരെ രണ്ടിനും കൂടെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. ആ കൂട്ടത്തിൽ വല്യമ്മ ഇറങ്ങിപ്പോകുന്നു കരഞ്ഞുകൊണ്ട്. എന്നിട്ട് ആ വല്യമ്മ വന്ന് എന്നോട് വളരെ കരച്ചിലോടുകൂടി പറഞ്ഞു. അന്നേരം ഈ കൊച്ചും എൻ്റെ അടുത്ത് നിന്ന് അവനും വിഷമിച്ചു. ഞങ്ങൾ ഇത്രയും പോയിട്ട് വളരെ സന്തോഷത്തോടെ ഈ മക്കളെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണിക്കാം, ഒരു കല്യാണത്തിൽ പങ്കെടുക്കാം, പക്ഷേ ഈ പിള്ളേർക്ക് ഭക്ഷണവും കൊടുത്തില്ല, വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെയുള്ള മക്കളാണ് നമ്മൾ പ്രകാശം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ. കാരണം നിങ്ങൾ ഈ മക്കളെ സ്റ്റേജിൽ കണ്ടു, നമ്മുടെ കുട്ടികളെപ്പോലെ തന്നെയുള്ള കുട്ടികളാണ്. ഇപ്പം പെർഫോമൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അവർ നന്നായിട്ട് കളിക്കുന്ന ഡാൻസൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. പക്ഷേ ഇങ്ങനെയുള്ള സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട മക്കളെ വിളിച്ച് നിങ്ങൾ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അതൊരു മായാത്ത മുദ്രയായിട്ട് കിടക്കും. നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുമായിരുന്നു, ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ പെൺകുട്ടികൾ ഓടി വന്ന് എൻ്റെ മുറി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് അവിടെ വലിയ ഭക്ഷണം കിട്ടി. അതിനേക്കാൾ ഉപരിയായിട്ട് അവർ പറഞ്ഞത് ഞങ്ങളെ ചീഫ് ഗസ്റ്റായിട്ട് സ്റ്റേജിൽ കയറ്റി സമ്മാനങ്ങൾ നൽകി. കാരണം നമ്മുടെ ഈ ചെറിയ ഒരു ആക്ഷൻ, അച്ഛൻ്റെ ചിന്തയിൽ വന്ന ആ ചെറിയ ഒരു സംഭവമായിരിക്കാം നമ്മളെ സംബന്ധിച്ച് ചെറുതാണ്. കുട്ടികൾ സ്റ്റേജിൽ കയറി, പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് കൊടുക്കുന്ന ഇമ്പാക്റ്റ്, അതിൻ്റെ ആ ശക്തി അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസിന് പോലും നമ്മൾ പ്രാധാന്യം കൊടുത്ത് കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അവർ നേഴ്സിംഗ് പോകുന്നുണ്ട്, ഡിഗ്രി ചെയ്യുന്ന കുട്ടികളുണ്ട്. ആൺകുട്ടികളാണെങ്കിലും ജോലി ചെയ്യുന്ന 18 വയസ്സ് വരെയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് പോകുന്ന നല്ല രീതിയിൽ കൊല്ലം ഡിഗ്രിക്ക് പോകുന്ന ആൺകുട്ടികളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ തോട്ട്ഫുൾനെസ്സിന്, ഞങ്ങളെ കുട്ടികളെ പ്രത്യേകമായിട്ട് പരിഗണിച്ചതിന്, നിങ്ങളെ ചേർത്ത് നിർത്തുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ഇവരെ തള്ളിവിടുമ്പോൾ
പുരയ്ക്കകത്തോട്ട് കയറാൻ ഒരു സ്വാഗതമില്ലാത്തപ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ ഭവനവും നമ്മുടെ പ്രോഗ്രാമും ഒക്കെ ഇവർക്കായിട്ട് തുറന്നു കൊടുക്കുന്നതിലുള്ള ഒരു സന്തോഷം അത് അവരോടൊപ്പം ഞാനും നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഞാൻ നമ്മുടെ സെൻറ് തോമസ് ഇടവക ദിനത്തിന് നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ പരിഗണനയ്ക്കും, അതോടൊപ്പം തന്നെ പാതയത്തിൻ്റെ നിങ്ങളുടെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസൊക്കെ ഞങ്ങളുടെ കുട്ടികളുടെ ശക്തിയായിട്ട്, ശാരീരിക ബലമായിട്ട്, അവരുടെ ബുദ്ധിയായിട്ട്, അവരുടെ കഴിവുകളായിട്ടൊക്കെ ഫലങ്ങൾ നൽകും. നിങ്ങളുടെ ചെറിയ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ 1 കിലോ ദാലായിരിക്കാം, പക്ഷേ അതിൻ്റെ പ്രഭാവം, അതിൻ്റെ ഫലങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ വികാരിയത്തോട് ചേർന്ന് ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും അതോടൊപ്പം ദീപ്തി ആശ്രമത്തോട് കാണിക്കുന്ന കരുതലിന് ഒത്തിരിയേറെ നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം.